Hi, good morning, students. This is Akash Kurian, Commissioner of Police. Hi. And this is Mr. John, a mentalist. They will ask you some questions. Please cooperate. The place is all yours. You can proceed. താങ്ക് യു. ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞ്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ചൊരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ക്ലാര ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണ്. ആ ആളിപ്പം എൻ്റെ മുന്നിലുണ്ട്. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക, അയാളെ ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചായ കുടിച്ച് പിരിയുക. അത്രേ ഉള്ളൂ. Okay, come. അപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം Sit. അതാരാണെന്ന് കണ്ടുപിടിക്കുക, Plate one by അയാളെ one. ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചായ കുടിച്ച് പിരിയുക. ഷോക്ക്. She can leave. ദുഃഖം. He can also leave. Tensed. He should stay. പിടിച്ച് No. Yes. Group all the selected ones. No. No. Yes. No. No. Yes. Yes. No. ഈ 8 പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം. ഇതിലൊരാളാ. We keep monitoring. Come. ഇവനായിരിക്കും. എങ്ങനെ പരിചയമുണ്ടോ? എനിക്ക് ചോദിച്ചൂടെ? യെസ്, HIV പോസിറ്റീവ് ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത് ഞാൻ തന്നെയാണ്. സോ വാട്ട്? റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്? ദിസ് ഇസ് നോൺസെൻസ്. താങ്ക് യു. അമൃത, നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു. വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. She's my daughter. ഓ, ഒന്നെങ്കിൽ ജോൺ, അല്ലെങ്കിൽ കുറ്റവാളി, അതുമല്ലെങ്കിൽ പ്രേതം. ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല. ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം. നീ അവിടെ മാറിക്കിടക്ക. നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താണ്? ക്ലാര പേഷ്യൻ്റ് ആണെന്ന് അറിയാമായിരുന്നത് സാറിന് മാത്രമായിരുന്നു. അതെ. പിന്നെ എങ്ങനെ ആ ന്യൂസ് കോളേജിൽ ലീക്കായി? ആരാ അത് ചെയ്തത്? സാർ അന്വേഷിച്ചല്ലേ? It was a known fact. ക്ലാരയുടെ കുട്ടിക്കാലത്തെ ഓർഫനേജ് പിക്ചേഴ്സ് അതൊക്കെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ. Anybody could have done it. യു ആർ ലൈങ്. What nonsense. Stop this mockery. ഞാൻ പറഞ്ഞല്ലോ സർ, ദിസ് ഇസ് ഒഫീഷ്യൽ. യു വിൽ ഹാവ് ടു ആൻസർ ഇറ്റ്. ടെൻസ്ഡ് അല്ല, ഗിൽറ്റ്. കൺഫ്യൂസ്ഡ്. സാറിനറിയാം ആരാ ന്യൂസ് പുറത്തു വിട്ടേന്ന്. സാറാണ്. But why? You had a physical attraction and she refused. No. പിന്നെന്തിന് സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം? You loved her like your daughter. Daughter. അമൃത. Please, put her out of this. പക്ഷെ മോൾക്ക് വേണ്ടി സാർ എന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം? നോ റൊമാൻറ്റിക് ആംഗിൾ, നോ സെക്ഷൽ ഡിസൈർസ്, അക്കാഡമിക് ഇഷ്യൂസ്. അക്കാഡമിക്സ് അതിനെന്തായിരിക്കും? ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു.
സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി. How dare you? എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? തന്റെ പപ്പ ആരാ? ആ You sit there. Sit. You have no right to talk to him like this. You just don't have any right. You sit there, please. Please tell him to watch his words, sir. Yeah. വെയിറ്റ്. കം. Look at me. അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനാ അമൃത അത് ചെയ്തത്? ഞാനല്ല അത് ചെയ്തത്. യു ആർ ലൈങ് അമൃത. ബട്ട് വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? അമൃത ആരെങ്കിലും പ്രേമിച്ചിരുന്നു സർ? No, not to my knowledge. അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. Because she has not seen a better man than her father. ചെറുപ്പം മുതൽ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുള്ളായ തൻ്റെ അച്ഛനെയാണ്. പേഴ്സണലി, പ്രൊഫഷണലി, ഫിസിക്കലി ദ മോസ്റ്റ് പെർഫെക്റ്റ് മാൻ. ഫാദർ ഫിക്സേഷൻ. അതാരാ? നിന്റെ അമ്മാവൻ. എടാ, സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ. ഈ കോളേജിലെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ബോറിൻ ഫെലോഷിപ്പ്. As the only Malayali lawyer who has won this before, I am privileged to pass this honor to my favorite student, Clara. God bless you. ക്ലാരയ്ക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. Am I right, അമൃത? Tell me. She did it. ക്ലാരയുടെ HIV ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവളാണ്. അവളുടെ പ്രായത്തിൻ്റെ ഒരു മിസ്റ്റേക്ക്. അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് ഹൈഡ് ഇറ്റ് മോളു.